അമേരിക്കൻ ഡോളറിനെ വെച്ചുള്ള ബ്രിക്സിൻ്റെ പരിപാടി നിർത്തിയില്ല എങ്കിൽ ഇന്ത്യയോട് കൃത്യമായിട്ട് പറയും തൊലച്ച് കളയെന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഈ സംഭവങ്ങൾ ടോക്സൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ചൈനയാണെങ്കിൽ റഷ്യയാണും പാകിസ്ഥാനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൂ, വരാൻ പോകുന്ന 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ബ്രിക്സിൽ നിന്നും എക്സിറ്റ് ആകും. 100% എക്സിറ്റ് ആകും. ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസ്, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അത് G7 എന്നായി പറയുന്നത്. ചിലപ്പം അതിനകത്തോട്ട് G8 രാജ്യമായിട്ട് ഇന്ത്യയെ കൊണ്ടുവരും അമേരിക്ക. ചിലപ്പോൾ വരാനുള്ള ഈ വർഷമോ അടുത്ത വർഷം അതിൻ്റെ മീറ്റിങ്ങിനകത്ത് ഇന്ത്യ ഇൻവൈറ്റ് മാത്രമായിരിക്കില്ല, G7 എന്നുള്ള G8 ആകും. ഇന്ത്യ അതിനകത്തൊരു പെർമനൻ്റ് മെമ്പറാകും. ഇനി അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കുക, യുണൈറ്റഡ് നേഷൻ ഇല്ലാതായി. അമേരിക്ക കംപ്ലീറ്റ് പൈസ ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തു. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല. അവസാനം ഇന്ത്യ അത് ആലോചിച്ച് നോക്കി, ഏകദേശം $33 മില്യൺ ഇന്ത്യ കൊടുക്കേണ്ട ഇന്ത്യ കൊടുത്തു. കാരണം ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ലോകത്തൊരു ഇൻ്റർനാഷണൽ ഫോറങ്ങളും, അതായത് ഇൻഡിപെൻഡൻറ്റ് ഫോറങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഇല്ലാതാക്കി അമേരിക്ക. കംപ്ലീറ്റ് ആയിട്ട് യൂണിപോളാർ, അവർ നിശ്ചയിക്കും, അവർ നടത്തും. ഞാൻ കൃത്യമായിട്ടൊരു സംഭവം അറിഞ്ഞു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു സമയത്ത് ഇതേ വാക്ക് പാകിസ്ഥാനോട് ജോർജ് W. ബുഷ്, അതായത് മറ്റേ ബുഷിൻ്റെ മകൻ, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനോട് ഈ പറയുന്ന അൽ ഖൈദ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ടെറർ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പം, അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മുഷറാഫിൻ്റെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് 2 സൈഡിലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല.